സ്ലീവ ഒന്നാം ചൊവ്വ. യോഹന്നാന്റെ സുവിശേഷം 23 അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ലോകത്തെ രക്ഷിക്കുവാൻ ലോകത്തിലേക്ക് അയക്കപ്പെട്ട നിത്യജീവൻ. ആദ്യ സർപ്പത്തിന്റെ ദംശനമേറ്റവർ മോശെ ഉയർത്തിയ പിത്തള സർപ്പത്തെ നോക്കി അവർ രോഗമുക്തരായി. ഒരു സർപ്പമാണ് ലോകത്തിലേക്ക് പാപം കൊണ്ടുവന്നത്. പാപത്തിന്റെ പ്രതിരൂപമാണ് സർപ്പം. അതിനാൽ പാപമാകുന്ന സർപ്പത്തിന്റെ ദംശനമേറ്റാൽ മരിച്ചു വീഴുന്നത് ആത്മാവാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് യേശുക്രിസ്തുവിലൂടെയാണ്. അന്ന് സർപ്പത്തെ നോക്കിയവർ ജീവൻ പ്രാപിച്ചു. ക്രൂശിൽ ഉയർത്തി നിർത്തിയ യേശുവിനെ നോക്കിയവരും രക്ഷ പ്രാപിച്ചു. എന്നാൽ നമ്മുടെ നോട്ടം എവിടെയാണ്? രാവിലെ ഉറക്കമുണർന്ന് രാത്രി ഉറങ്ങുന്നവരെ നമ്മുടെ ചിന്തയും നോട്ടവും വ്യാപാരവും എവിടെയാണ്? നിന്റെ ഹൃദയത്തിന്റെ ചായ്വനുസരിച്ചായിരിക്കും നിന്റെ നോട്ടവും നിന്റെ ചിന്തയും നിന്റെ സംസാരവും. നിന്റെ കണ്ണ്, നിന്റെ കൈ, നിന്റെ പാദങ്ങൾ നിനക്ക് പാപഹേതുവാണെങ്കിൽ അവ വെട്ടിമാറ്റുക. ഇരു കണ്ണുകളോടും ഇരു കൈകളോടും ഇരു കാലുകളോടും കൂടി നരകത്തിൽ നിബന്ധിക്കുന്നതിനേക്കാൾ അതില്ലാത്തവനെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് കരുണ്യം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. കുരിശിൽ നിൽക്കുന്ന മരക്കുരിശ് രക്ഷയണിയിക്കുന്നെങ്കിൽ അനുദിനം നമ്മുടെ മുൻപിൽ ഉയർത്തുന്ന വിശുദ്ധ കുർബാന അതിനേക്കാൾ എത്രയോ മഹനീയമാണ്. ഉയർത്തപ്പെട്ട കുർബാനയെ വിശ്വസ്തയോടെ നോക്കാൻ കഴിയാതെ വെറും കാഴ്ചക്കാരായി ദൈവത്തിൻ്റെ വരദാനം നഷ്ടമാക്കുന്ന അവിശ്വാസികളാകണോ നാം?